താങ്കളൊരു ക്രിക്കറ്റ് പ്രേമിയാണെങ്കിൽ ഇന്നത്തെ GT വേഴ്സസ് രാജസ്ഥാൻ ആ ഒരു മാച്ച് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മിസ്സിംഗ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IPL ഹിസ്റ്ററിയിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് ശരിക്കും പറഞ്ഞാൽ മിസ്സായിരിക്കുന്നത്. അതും ഒരു 14 വയസ്സുകാരൻ പയ്യൻ, ഒരു അല്ലറ ചില്ലറ ബോളേഴ്സിനെ നല്ല അടിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് ലൈഫും കിട്ടിയിട്ടില്ല. ബോളേഴ്സിന് അടിച്ചിട്ടുള്ള ബോളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷാന്ത് ശർമ്മ, പ്രസിദ്ധ് കൃഷ്ണ, അതേപോലെ തന്നെ സിറാജ്, ഇതേപോലത്തെ ഒരു വേൾഡ് ക്ലാസ് ബോളേഴ്സിനെ പിടിച്ചിട്ടാണ് അടിച്ച് അവൻ സെഞ്ചുറി നേടിയിട്ടുള്ളത്. ഫസ്റ്റത്തെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേപോലെ 100 അടിച്ച് അവൻ പ്രസിദ്ധ് കൃഷ്ണാരെ ആ ഒരു ബോളിൽ ഔട്ടായി പോകുമ്പോൾ ഈവൻ ആ ഒരു GTയുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മാനേജ്മെന്റ് പോലും എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ഫുൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു, എല്ലാവരും കൈ കൊടുത്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, 14 വയസ്സുള്ള ഒരു പയ്യനാണ്. ഇത്രയും നല്ല ആ ഒരു GT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ടേബിളിൽ IPL പോയിന്റ് ടേബിളിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ടീമാണ് കേട്ടോ. നല്ല രീതിയിൽ കളിച്ചു വന്നിട്ടുള്ള ഒരു ടീമാണ്. തരിപ്പണാക്കി എന്ന് പറയില്ലേ, അടിച്ച് തരിപ്പണാക്കി. അതേപോലത്തെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുള്ളത്. ഈ ഒരു മാച്ച് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോലും നിങ്ങൾ ഹൈലൈറ്റ്സ് കാണണം. ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു IPL ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈലൈറ്റ്സ് കണ്ടിരിക്കണം. അത്രയും ഇൻട്രസ്റ്റഡ് ആണ്. ഞാനടക്കം കളി കണ്ടുകൊണ്ടിരുന്ന ഞാനടക്കം അവിടെ നിന്ന് കൈയടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത്രയ്ക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. നമ്മൾ 14 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അവൻ അതായത് ഇന്ത്യയുടെ ഹിസ്റ്ററി ആ ഒരു ഇതിലേക്കൊക്കെ പേര് പോകുന്ന ലെവലിലേക്ക് വളരുന്ന ഒരു കളിക്കാരനാണ് തോന്നുന്നു. അറിയില്ല എങ്ങനെ ഒരു ഭാഗ്യം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് IPL ഹിസ്റ്ററിയിലത്തെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ആരാന്ന് നോക്കാം. ക്രിസ് ഗെയിലാണ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. 30 ബോളിലാണ് സെഞ്ചുറി അടിക്കുന്നത്. നമ്മുടെ വൈഭവ് സൂര്യവംശി അടിച്ചിരിക്കുന്നത് 35 ബോളിൽ സെഞ്ചുറി അടിക്കുന്നത്. അടുത്തത് യൂസഫ് പത്താനാണ്. യൂസഫ് പത്താൻ നോക്കുകയാണെങ്കിൽ 37 ബോളിൽ, ഡേവിഡ് മില്ലർ നോക്കുകയാണെങ്കിൽ 38 ബോളിൽ, ട്രാവിസ് ഹെഡ് നോക്കുകയാണെങ്കിൽ 39 ബോളിൽ. സോ ശരിക്കും ഒരു എക്സൈറ്റഡ് ആയിരുന്നു, എക്സൈറ്റ്മെന്റ് കിട്ടിയ ഒരു മാച്ച് ആയിരുന്നു GT വേഴ്സസ് RR. സഞ്ജു സാംസന്റെ അവസ്ഥ എന്താണ് എന്നറിയില്ല. എങ്ങനെ പോലും ഓപ്പണർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇനി നമ്മുടെ ഈ സൂര്യവംശി തന്നെയായിരിക്കും RRന്. അതേപോലെ തന്നെ നമ്മുടെ ഇവനായാലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ ജയ്സ്വാൾ ആയാലും നല്ല രീതിയിൽ സപ്പോർട്ട് പോലെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ജയ്സ്വാളിന്റെ ഒരു ലൈഫ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബട്ട്ലർ ജോസേട്ടൻ ക്യാച്ച് വിട്ടത് ജയ്സ്വാളിന് വലിയൊരു ലൈഫ് കിട്ടി എന്നുള്ളൊരു ഇതാണ്. പക്ഷെ അത് വലിയ ഒരു സംഭവമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കുന്നില്ല. സൂര്യവംശിയാണ് ശരിക്കും പറഞ്ഞാൽ അടിച്ച് തരിപ്പണാക്കി കൊടുത്തിരിക്കുന്നത്. സോ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഹൈലൈറ്റ്സ് എങ്കിലും ഒരു ക്രിക്കറ്റ് പ്രേമി അല്ലെങ്കിൽ IPL പ്രേമിയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. ഓക്കെ, ബൈ.